അഡോബിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ. അപ്പോൾ ഇതിനകത്തൊരു അപ്ഡേഷൻ കണ്ടു. ശരിക്കും ഞാൻ വേറൊരു സാധനം പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ചെയ്തു തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ പുതിയൊരു മെഷർമെൻ്റ് എടുക്കാനുള്ള പുതിയൊരു ഓപ്ഷൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ ഇത് പരിചയപ്പെടുത്തണ്ട, അഡോബ് ഓൾറെഡി അപ്ഡേറ്റ് ആയി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിനൊരു പരിധിയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം, ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം, കോർണർ റേഡിയസ് അത് നമുക്ക് നോക്കാം, അതുപോലെ എലിപ്സ് വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ റേഡിയസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇത്രയും കാര്യങ്ങൾ പോകണം. ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതുപോലൊരു എലിപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് നോക്കാൻ കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ ഇതിനൊരു പരിധിയുണ്ട്. ഇപ്പം ഇല്ലുസ്ട്രേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപക്ഷെ തുടക്കമാണ്, കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ അപ്ഡേഷൻസ് വരുമായിരിക്കും. പിന്നെ ഇതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ എല്ലാ ചേഞ്ചസും ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആരോസൊക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്, അത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് കാറ്റ് ടൂളാണ്. ആക്ച്വലി ഹോട്ട്ഡോർ എന്നാണ് പേര്. നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നി. ഒരു പ്ലഗിനായിട്ട് ആഡ് ഓൺ ആണ്. ഇല്ലുസ്ട്രേറ്ററിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന പ്ലഗിനാണ്. എൻ്റെ ടൂളിൽ ശരിക്കും ഇല്ലുസ്ട്രേറ്ററിൻ്റെ തന്നെ സ്വന്തം ടൂൾസ് പോലെ തന്നെ ഭയങ്കര നല്ല എഫിഷ്യൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെഷർമെൻ്റ് എടുക്കാൻ ഭയങ്കര ഈസിയാണ്. പെർഫെക്റ്റ് മെഷർമെൻ്റ് കിട്ടും. 2 പോയിൻ്റ് തമ്മിൽ ഡ്രാഗ് ചെയ്യണമൊന്നുമില്ല. ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് അവിടെ കിട്ടും. അതുപോലെ അല്ല പക്ക കാഡിൽ ചെയ്യുന്ന ഓട്ടോകാഡിൽ ചെയ്യുന്ന പോലെ തന്നെ പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലേബലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ എല്ലാ ടൂളിലും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതെല്ലാം ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും, കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ലേബൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എലിപ്സ് ആണെങ്കിലും നമുക്കിതുപോലെ അതിൻ്റെ സൈസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വോൾ വരയ്ക്കാനായിട്ടാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ബാറിൽ തിക്നെസ് വരും. നമുക്ക് ഡ്രോ ചെയ്ത് തുടങ്ങാം. ഡ്രോ ചെയ്യുന്ന ഓരോന്നിനെയും കണ്ടിന്യൂ ചെയ്ത് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് കണക്റ്റായി പോയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഇത് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ടൂളും ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രൊഫൈല് നമ്മളെ പ്രൊഫൈൽ കാണിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ആ പ്രൊഫൈലിലേക്ക് വരും. ഫില്ലറ്റ്,
ചാംഫർ, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടൂൾസിനകത്തുണ്ട്. ഓട്ടോക്കാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ട്രിമ്മിങ്ങും എക്സ്റ്റൻഷനും കൊടുക്കുന്നത്. സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും ഓട്ടോക്കാഡിൽ ഇല്ലസ്ട്രേറ്ററിൽ ട്രിം ചെയ്തപ്പം ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര ഈസി ആയിട്ട് ഓട്ടോക്കാഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ട്രിം ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ടൂളാണിത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടോക്കാഡ് ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ബ്ലോക്സ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഇവർ ഗ്രാഫിക്സിൽ തന്നിട്ടുണ്ട് കുറച്ചധികം. പിന്നെ ഞാൻ കുറച്ച് ബ്ലോക്സ് എടുത്ത് ഓട്ടോക്കാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത്, ഓട്ടോക്കാഡിൽ നിന്ന് ഇല്ലസ്ട്രേറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിനുശേഷം അതിനെ ഗ്രാഫിക്സ് ആക്കി മാറ്റിയ കുറേ ബ്ലോക്സ് ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഔട്ട്ഡോർ എന്ന് പറയുന്ന ഈ പ്ലഗിൻ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.